ഞാനിപ്പോ വന്നതേ എന്താ വെച്ചാല് ഈ വരുന്ന തെരഞ്ഞെടുപ്പില് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ഞാൻ ഈ വാർഡില് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. സീതേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു സെലക്ഷൻ നിൽക്കണ്ടല്ലേ. നന്നായി. നിങ്ങളെ രണ്ടാളെയും വോട്ട് എനിക്ക് ചെയ്യണം. പിന്നെ ഇലക്ഷൻ നിൽക്കുന്നതിന് ഞാൻ ചില കാര്യങ്ങൾ പറയാം. അതായത് താനിവിടെ നിന്ന് ജയിച്ചു എന്ന് കൂട്ടിക്കോളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മെമ്പർ ആയി കഴിഞ്ഞാൽ നമ്മളെ താഴത്തെ റോഡിലൊരു ഓവുപാലത്തിന്റെ പണി നടക്കുമ്പോൾ അതിന്റെ കോൺട്രാക്ടർ തന്നെ വന്ന് കണ്ടിട്ട് പറയും, അതെ മെമ്പറെ, ഈ ഓവുപാലത്തിന്റെ പണിയിൽ ഞാനൊരു 50 ചാക്ക് സിമെന്റ് അങ്ങോട്ട് കുറയ്ക്കുന്നുണ്ട്, അതിന് എന്താ വേണ്ട വെച്ചാൽ ഞാനിവിടെ എത്തിച്ചേരാന്ന് പറയും. അപ്പൊ എന്തായിരിക്കും തന്റെ പ്രതികരണം? അത് പറ്റില്ല. അങ്ങനെയുള്ള വ്യാജമായിട്ടുള്ളൊന്നും ചെയ്യാൻ പറ്റില്ല. സത്യസന്ധത അതാണ് നമ്മളെ മുഖമുദ്ര. ആഹാ, അപ്പൊ അത് സംഭവിക്കൂല. ഇനി വേറൊരു സംഭവം, ഒരാളൊരു കട തുടങ്ങാൻ വേണ്ടി അയാളെ പെർമിഷന് വേണ്ടി തന്നെ സമീപിക്കുക. പഞ്ചായത്ത് സെക്രട്ടറിന്റെ ഒരു ഒപ്പ് വേണം. തന്നോട് പറയുന്ന ഒരു മെമ്പർക്ക് കുറച്ച് പൈസ ഞാൻ തരാം, ആ പൈസ താൻ വാങ്ങി വെച്ചിട്ട് ആ പേപ്പർ പഞ്ചായത്ത് സെക്രട്ടറിനെ കൊണ്ടൊന്ന് ഒപ്പിടിച്ചു കൊടുക്കും. അതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം. അതൊന്നും ചെയ്യാൻ പറ്റില്ല. സത്യസന്ധ അയാൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ അയാളെല്ലാം മാനദണ്ഡങ്ങളൊക്കെ പാലിക്കുന്നുണ്ടെങ്കിൽ അല്ലാണ്ട് കിട്ടുമല്ലോ അനുമതി. ഞാൻ ശുപാർശ ചെയ്യുന്നത് മോശമല്ലേ? അങ്ങനെ പിൻവാതിലിൽ കൂടെ ശുപാർശ ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല ഒരാൾ. ഓഹോ, പുള്ളി അത്തരക്കാരനല്ല ഏട്ടാ. എന്തൊക്കെയാ ചോദിക്കുന്നേ? അല്ല, അതാ പറയണം നമ്മള്. ആ പിന്നെ അതൊക്കെ പോട്ടെ, നമ്മളെ കാര്യം പറയാം. നമ്മളെ വാഴക്കൃഷി അതായത് ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് വാഴക്കൃഷി ഉണ്ട് എന്നുള്ള കാര്യം അറിയാലോ. ഈ വാഴക്കൃഷി ഇപ്പൊ ഈ തുലാവർഷത്തില് ആ വാഴക്കൃഷി മൊത്തം നശിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലെറ്റർ ഉണ്ടാക്കിയിട്ട് തൻ്റെ അടുത്ത് വരും. താൻ അതിൻ്റെ അടിയിൽ അത് സത്യമാണെന്ന് പറഞ്ഞിട്ടൊരു ഒപ്പിട്ട് തന്നു കഴിഞ്ഞാൽ എനിക്ക് 50,000 രൂപ നഷ്ടപരിഹാരം കിട്ടും. അതിൽ 25,000 തനിക്ക് തരും. തനിക്ക് സമ്മതമാണ്? ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ സത്യം വിട്ടിട്ട് യാതൊരു പരിപാടിക്കും സമ്മതമല്ലാന്ന്. സത്യം വിട്ടൊന്നും ചെയ്യൂല. ഇതൊക്കെയാണ് ഇപ്പൊ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട യോഗ്യതകൾ. തനിക്ക് മനസ്സിലായോ? അപ്പൊ താൻ പറഞ്ഞ ഈ യോഗ്യതകളൊക്കെ ഉണ്ടെങ്കിൽ ഈ പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിക്കണ്ടു എന്നാണ് താൻ പറഞ്ഞത്. എന്നാ ഞാനൊരു തീരുമാനം എടുത്തു. ഓ, അപ്പോ അഴിമതിക്ക് കൂട്ടുവെക്കാൻ താൻ തീരുമാനിച്ചു? അതല്ല, ഈ പത്രിക പിൻവലിക്കാൻ തീരുമാനിച്ചു. ഇമാതിരി വേഷം കെട്ടലിന് എന്നെ കൊണ്ട് പറ്റില്ല. ഇതിൽ നല്ല വല്ല അമ്പലത്തിൽ ശാന്തി കഴിക്കുക. അതാവും നന്നാവുക.